പ്രിയ സജ്ജനങ്ങൾക്ക് രാമായണ മാസത്തിലേക്ക് സ്വാഗതം. ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ. ഭഗവാന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ വിഷമം നിറഞ്ഞ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരു സന്ദർഭമാണ് ഉത്തരകാണ്ഡത്തിലെ ഈ ഒരു സന്ദർഭം. ഭദ്രൻ പറയുകയാണ്, ഞാൻ ഒരു ഗ്രാമത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു വലിയ കുടുംബ വഴക്ക് കേട്ടു. നാട്ടുകാരെല്ലാം അവിടെ ഓടിക്കൂടിയിരിക്കുന്നു. ഞാൻ അന്വേഷിച്ചപ്പോൾ കാര്യം മനസ്സിലായി. ഒരു അലക്കുകാരൻ അയാളുടെ ഭാര്യയോട് പറഞ്ഞു, നീ 3 ദിവസം നിൻ്റെ വീട്ടിൽ താമസിച്ചിട്ട് തിരിച്ചു വന്നോളൂ. അവളൊരു 15 ദിവസം കഴിഞ്ഞിട്ട് അമ്മാവൻ്റെ മകൻ മുറച്ചെറുക്കനുമായിട്ടാണ് തിരിച്ചു വരുന്നത്. ഇതോടുകൂടി ഇയാളുടെ കൺട്രോളെല്ലാം പോയി. ഇയാൾ അത്യുഗ്രത്തിൽ അവളെ ശാസിച്ചുകൊണ്ട് മർദ്ദിക്കാൻ തുടങ്ങി. നീ കളങ്കപ്പെട്ടവളാണെന്ന് പ്രഖ്യാപിക്കാൻ തുടങ്ങി. ഇതോടുകൂടിയാണ് നാട്ടുകാർ ഓടിക്കൂടിയത്. ആ കൂട്ടത്തിൽ ചാരനായ ഭദ്രനുമെത്തി. ഇയാൾ ബഹളം വല്ലാതെ തുടർന്നപ്പോൾ ഭദ്രൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഈ വിഷയം നമുക്ക് രാജാവിനോട്, രാമനോട് ചോദിക്കാം പരിഹാരം എന്ന് പറഞ്ഞ് കേട്ട ഉടൻ ഇയാൾ പറഞ്ഞു, 12 മാസക്കാലം സ്ത്രീലമ്പടനായ രാവണന്റെ കൊട്ടാരത്തിൽ താമസിച്ച സീതാദേവിയെ യാതൊരു നാണവുമില്ലാതെ വിളിച്ചു കൊണ്ടുവന്ന രാമനോട് എൻ്റെ ഭാര്യയെക്കുറിച്ച് നിങ്ങൾ അഭിപ്രായമൊന്നും ചോദിക്കേണ്ടതില്ല. ഇതറിഞ്ഞതും രാമൻ ഞെട്ടിത്തരിച്ചു പോയി. തൻ്റെ സഹധർമ്മിണിയെക്കുറിച്ച്, സീതാദേവിയെക്കുറിച്ച് അയോധ്യാവാസികളുടെ ഉള്ളിൽ സംശയങ്ങൾ ബാക്കിയുണ്ട് എന്നൊരു സത്യത്തെ രാമൻ മനസ്സിലാക്കി. എന്താണ് പരിഹാരം? ഉടനടി അനുജന്മാരെ വിളിക്കാൻ പറഞ്ഞു. അനുജന്മാരെല്ലാവരും വന്നു. ആരെങ്കിലും ഈ അധികാരം ഏറ്റെടുക്കൂ എന്ന് പറഞ്ഞപ്പോൾ, എന്താണ് ജ്യേഷ്ഠ സംഭവം? അപ്പോൾ പറഞ്ഞു, ഈ സംഭവമെല്ലാം പറഞ്ഞപ്പോൾ ലക്ഷ്മണൻ വാള് വലിച്ചൂരി, അവൻ്റെ നാവ് ഞാൻ അരിഞ്ഞെടുക്കുന്നതാണെന്ന് പറഞ്ഞു. ഈ സമയത്ത് രാമൻ പറയുന്നൊരു വാക്കുണ്ട്, ലക്ഷ്മണ, വിമർശകന്റെ നാവരിയുന്നത് ഇക്ഷ്വാകു വംശത്തിൻ്റെ പാരമ്പര്യമാണോ എന്ന്. രാമനെ ആരാധിക്കുവാൻ അവകാശമുള്ളതുപോലെ തന്നെ രാമനെ വിമർശിക്കുവാനും സ്വാതന്ത്ര്യവും അവകാശവും ഈ അയോധ്യാപുരിയിൽ ഉണ്ടാകണമെന്ന് രാമൻ പറഞ്ഞു. ഇതാണ് ഭാരതത്തിൻ്റെ സവിശേഷത. നമുക്കറിയാം, മറ്റ് പല മതരാജ്യങ്ങളിലും മതത്തെ ചോദ്യം ചെയ്യുന്നത് വധശിക്ഷയ്ക്കർഹമാണ്. നബിയെ ചോദ്യം ചെയ്യരുത്, ഖുറാൻ ചോദ്യം ചെയ്യരുത്, ചോദ്യം ചെയ്താൽ അപ്പം കൊന്നുകളയുന്ന ഒരുപാട് പാകിസ്ഥാൻ പോലുള്ള, സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളെ നമുക്കറിയാം. ഇവിടെയാണ് ഒരു നിസ്സാരനായ അലക്കുകാരൻ ആ നാട്ടിലെ മഹാചക്രവർത്തിയെക്കുറിച്ച് ആരോപണം ഉന്നയിക്കുകയാണ്. എന്താണ് ആരോപണം? ഒരു തെളിവുമില്ലാത്ത ആരോപണം. സീതാദേവി 12 മാസം സ്ത്രീലമ്പടനായ രാവണനൊപ്പം കഴിഞ്ഞവളാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള സീതയെ കൂട്ടിക്കൊണ്ടുവന്ന രാമനോട് എൻ്റെ ഭാര്യ 3 ദിവസം പറഞ്ഞിട്ട് 15 ദിവസമാണ് താമസിച്ചത്, 12 ദിവസമാണ് അധികം താമസിച്ചത്, ഇത് 12 മാസത്തെ ചരിത്രമുണ്ട്, അതുകൊണ്ട് എനിക്ക് അഭിപ്രായം അറിയേണ്ടതില്ലെന്നു പറഞ്ഞതും രാമൻ്റെ ഉള്ളിൽ ധാർമ്മികമായ രാജാവ് ഉണർന്നു. രാജാവും ഭർത്താവും തമ്മിലൊരു സംഘർഷമാണ് പിന്നീട് അവിടെ നടക്കുന്നത്. രാമൻ എന്ന രാജാവ് പറയുന്നു, സീതയെ കാട്ടിൽ ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ സീതയെ കൊട്ടാരത്തിൽ നിന്ന് പരിത്യജിക്കണം. കാരണം സീതാദേവി കളങ്കപ്പെട്ടവളാണ് എന്ന് ഈ രാജ്യത്തിലെ പൗരന്മാർ വിശ്വസിക്കുമ്പോൾ രാജാവ് അന്തഃപുരത്തിൽ ഒന്നിച്ച് ജീവിച്ചുകൊണ്ട് സീതയെക്കുറിച്ച് അന്വേഷണം നടത്തുന്നതിൽ അർത്ഥമില്ല. സീതാദേവിയുടെ നിരപരാധിത്വം ബോധ്യപ്പെടുന്നത് വരെ, ജനങ്ങളുടെ ഉള്ളിലുള്ള ചിത്രം മായുന്നത് വരെ തീർച്ചയായിട്ടും രാജാവിൻ്റെ ഭാര്യ സകല സംശയങ്ങൾക്കും അതീതയായിരിക്കണം എന്ന ഒരു ബോധ്യം രാമനുണ്ടായി. ഇതേ സമയം രാമൻ എന്ന ഭർത്താവ് പറയുകയാണ്, നിറഗർഭിണിയാണവൾ, സുഖമെന്തെന്ന് അവൾ അറിഞ്ഞിട്ടില്ല. 13 കൊല്ലക്കാലം കാട്ടിലായിരുന്നു, 1 വർഷക്കാലം രാവണൻ്റെ തടവറയിലായിരുന്നു. ഇന്നൊരു സന്തോഷത്തിൻ്റെ ദിനങ്ങൾ വന്നപ്പോൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സീതയെ എങ്ങനെ കാട്ടിൽ ഉപേക്ഷിക്കും? രാമ, നീ കേവലം ഒരു മനുഷ്യനെ പോലെ ചിന്തിക്കുകയോ? നീ രാജ്യത്തിൻ്റെ രാജാവാണ്. രാജാവ് രാജ്യത്തിനു വേണ്ടി എന്തിനേയും ഉപേക്ഷിക്കണം. ഭാര്യയെ, മക്കളെ, അച്ഛനെ, അമ്മയെ, സ്വജീവൻ പോലും ഒരു ഭരണാധികാരി രാജ്യത്തിനു വേണ്ടി ഉപേക്ഷിക്കണം. പക്ഷെ മറ്റൊന്നിനു വേണ്ടിയും രാജധർമ്മത്തെ ഉപേക്ഷിക്കരുത്. നിന്റെ ഇക്ഷ്വാകു വംശത്തിലെ, സൂര്യവംശത്തിലെ, രഘുവംശത്തിലെ രാജാക്കന്മാരാരും തന്നെ
വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി രാഷ്ട്രധർമ്മത്തെ ബലി കഴിച്ചവരല്ല. ആയതിനാൽ നീ രാജാവിനെ പോലെ ചിന്തിക്കണം, പ്രവർത്തിക്കണം. പ്രിയമുള്ളവരെ, ഉത്തരകാണ്ഡത്തിൽ വായിക്കേണ്ട ഒരു ഭാഗമാണിത്. രാമൻ എന്ന ഭർത്താവും രാമൻ എന്ന രാജാവും തമ്മിലുള്ള സംഘർഷം. ഒരു നിസ്സാരനായ പ്രജയ്ക്ക് പോലും രാമനെ വിമർശിക്കുവാൻ കഴിയുന്ന സാമൂഹ്യ വ്യവസ്ഥിതി ത്രേതായുഗത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് ദ്വാപരയുഗത്തിലും മഹാഭാരതത്തിലും കാണാം. ശന്തനു മഹാരാജാവ് മുക്കുവ സ്ത്രീയായ ഒരു മുക്കുവ കുടിലിൽ താമസിക്കുന്ന സത്യവതിയെ കണ്ട് മോഹിച്ചു പോയി. സത്യവതിയെ കല്യാണം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ സത്യവതി പറഞ്ഞു, അച്ഛനോട് ചോദിക്കണം. അച്ഛൻ അരികിൽ ചെന്നപ്പോൾ അച്ഛൻ പറയുകയാണ്, എൻ്റെ മകളെ കല്യാണം കഴിക്കണമെങ്കിൽ കണ്ടീഷൻ നമ്പർ 1, 2, 3, 4 ഇങ്ങനെ പറയുകയാണ്. നിങ്ങളുടെ മൂത്തപുത്രനെ രാജാവാക്കരുത്, എൻ്റെ കുട്ടിയെ രാജാവാക്കണം, ഇങ്ങനെ എല്ലാ കണ്ടീഷനും വെച്ചു. രാജാവ് ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. നോക്കൂ, ഒരു മഹാരാജ്യത്തിൻ്റെ ചക്രവർത്തിക്കൊരു സ്ത്രീയിൽ മോഹമുദിച്ചാൽ, ഉത്തര കൊറിയയിലെ ഇപ്പോഴത്തെ സ്വച്ഛാധിപതിക്ക് എവിടെയെങ്കിലും വെച്ച് കണ്ട ഒരു പെൺകുട്ടിയിൽ മോഹമുദിച്ചാൽ അന്ന് വൈകുന്നേരം രാത്രിക്കുള്ളിൽ ആ കുട്ടി അവിടെ എത്തിയിരിക്കണം എന്ന് പറയുമ്പോൾ, മഹാരാജാവിന് മഹാചക്രവർത്തിക്ക് കല്യാണം കഴിക്കുവാൻ തോന്നിയപ്പോൾ തൻ്റെ മകളെ കല്യാണം കഴിച്ചയക്കുവാൻ ഇന്നിന്നേ കണ്ടീഷൻ ഉണ്ടെന്ന് പറയുവാനുള്ള ധാർമ്മിക വ്യവസ്ഥിതിയുള്ള രാജ്യമാണ് നമ്മുടെ ഭാരതം എന്ന് നാം അറിയണം. ആ അഭിപ്രായ സ്വാതന്ത്ര്യം നമുക്ക് ഇന്നുമുണ്ട്. ഇവിടെ ജനാധിപത്യവും മതേതരത്വവും സോഷ്യലിസവും എല്ലാം നിലനിൽക്കുന്നത് ഈ ത്രേതായുഗത്തിലെ രാമൻ്റെ ചിന്തകളാണ്. രാമനെ ആരാധിക്കുവാൻ അവകാശമുള്ളതുപോലെ തന്നെ രാമനെ വിമർശിക്കുവാനും കഴിയുന്ന നാടാണ് അയോധ്യ, കോസലം എന്ന് രാമൻ പ്രഖ്യാപിക്കുമ്പോഴാണ് അലക്കുകാരൻ്റെ ആരോപണത്തിന് വിധേയമായി ഭാര്യയെ കാട്ടിൽ ഉപേക്ഷിക്കാൻ പാടുണ്ടോ എന്ന ചിന്ത. അവിടെ ഒരു അലക്കുകാരൻ മാത്രമായിരുന്നില്ല. രാമൻ ചോദിക്കുന്നുണ്ട് ഭദ്രനോട്, ഭദ്ര, ഈ അലക്കുകാരൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ജനങ്ങൾ എന്തു പറഞ്ഞു? അവർ തല താഴ്ത്തി കരഞ്ഞുകൊണ്ട് അവരുടെ വീടുകളിലേക്ക് തിരിച്ചുപോയി. അവരാരും പ്രതികരിച്ചില്ല. എന്ന് വെച്ചാൽ ഒരലക്കുകാരൻ്റെ ഉള്ളിൽ മാത്രമല്ല ഇതുള്ളത്, അലക്കുകാരൻ പറഞ്ഞു എന്ന് മാത്രമാണ്. ഇത് അനവധി പ്രജകൾക്കുള്ളിൽ ഈ സംശയമുണ്ട്. അപ്പോൾ ലക്ഷ്മണൻ ചോദിക്കുന്നുണ്ട്, അഗ്നി പരീക്ഷ നടത്തിയതല്ലേ സീതാദേവി? എവിടെയാണ് ലക്ഷ്മണ അഗ്നി പരീക്ഷ നടന്നത്? അതങ്ങ് ലങ്കയിലാണ്. ഇത് അയോധ്യാവാസികൾ കണ്ടു ബോധിച്ചതാണോ? അയോധ്യവാസികൾ വാർത്ത മാത്രമേ കേട്ടിട്ടുള്ളൂ, അഗ്നി പരീക്ഷ അവർ കണ്ടിട്ടില്ല. അഗ്നിപരീക്ഷ കണ്ട് ബോധിച്ച ലങ്കാവാസികൾക്ക് സീതാദേവി ദേവിയായി പ്രതിഷ്ഠിക്കപ്പെട്ടു എങ്കിൽ ഇവിടെ സീതാദേവി അഗ്നിയിലൂടെ നടക്കുന്ന അവർ കണ്ടിട്ടില്ല. അപ്പോൾ അവർക്ക് സംശയങ്ങളുണ്ട്. ആ സംശയങ്ങളെ ദൂരീകരിക്കേണ്ടത് ഒരു രാജാവിൻ്റെ കടമയാണ്. രാജാവ് രാഷ്ട്രഹിതത്തിനായിട്ട് എന്തുമെന്തും ഉപേക്ഷിക്കേണ്ടതാണ് എന്ന വലിയൊരു പാഠമാണ് രാമൻ നമ്മെ പഠിപ്പിക്കുന്നത്. എക്കാലത്തെയും മാതൃകാ ഭരണാധികാരിയാണ് രാമൻ. സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട് രാജ്യത്തിൻ്റെ സമ്പത്ത് മൊത്തം വിനിയോഗിക്കുന്ന അനേകം ഭരണാധികാരികൾ ഇന്നുമുള്ള നാട്ടിലാണ്. സ്വന്തം ഭാര്യയെപ്പോലും രാഷ്ട്രത്തിന് വേണ്ടി പരിത്യജിക്കുവാൻ, നിറഗർഭിണിയെപ്പോലും രാഷ്ട്രത്തിന് വേണ്ടി പരിത്യജിക്കുവാൻ തയ്യാറാകുന്ന രാമനെ കുറിച്ച് നമുക്ക് പഠിച്ചുകൊണ്ടേയിരിക്കണം. അന്ന് രാമൻ സീതയ്ക്ക് വേണ്ടി രാജ്യത്തെ ഉപേക്ഷിച്ചിരുന്നുവെങ്കിൽ ആ രാമനെ നമ്മൾ ഇന്ന് പഠിക്കുമായിരുന്നില്ല. മറ്റെന്തിനു വേണ്ടിയും രാജ്യത്തെ ഉപേക്ഷിക്കുവാൻ പാടില്ല എന്ന് എക്കാലത്തും നമ്മെ പഠിപ്പിച്ച ആ ശ്രീരാമചന്ദ്ര മഹാദേവന്റെ ജീവിതത്തിലൂടെ യാത്ര നമുക്ക് തുടരാം. നന്ദി, നമസ്കാരം. ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ.